ഒരു കാളയുടെ കഴുത്ത് കണ്ടിക്കാൻ ഇത്രയും മുറിച്ച് പോരെ? ഒരു കൂടിയ മൂരിയ ഒറ്റ വെട്ടിനെ മുറിച്ച് മാറണം. ഓ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ബസ് നമ്പർ RNC 827 കൊട്ടാരക്കര, പുനലൂർ, തെങ്കാശി, തിരുമംഗലം വഴി മധുരയ്ക്ക് പോകുന്ന മധുര ബസ് കൃത്യം 5 മണിക്ക് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നതാണ്. ബസ് നമ്പർ RNC 827 മധുര ബസ് കൃത്യം 5 മണിക്ക് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നതാണ്. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് ജോർജ്. അച്ഛനപ്പൊ ഇന്ന് ഓട്ടം നിർത്തി ഇറങ്ങുമല്ലയോ? 10-30 കൊല്ലമായില്ലേ ഓട്ടം തുടങ്ങിയിട്ട്. ഇനിയുള്ള കാലം സൂസിയുമായിട്ട് കിന്നാരം പറഞ്ഞിരിക്കണം. മധുരയിൽ ഇന്ന് എനിക്കൊരു സ്വീകരണം തരുന്നുണ്ട്. റിട്ടയർമെന്റ് പ്രമാണിച്ച് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ വക. അത് കഴിഞ്ഞിട്ട് വേണം സൂസിയെ കൊണ്ടൊന്ന് വേളാങ്കണ്ണിക്ക് പോവാൻ. നേരെ മധുരയ്ക്കല്ല, 5-8 വളവുണ്ടാവുന്ന എടുത്തോട്ടെ. എളുപ്പകാലത്തൊരു തമാശ. അച്ഛായ വിട്ടേക്കാം. ആ റൈറ്റ്. പുനലൂർ, തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിലേക്കുള്ള റിസർവേഷൻ കൂപ്പണുകൾ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. സാറേ, എന്താ മധുര ബസ് എപ്പോ? ഒരു 10 മിനിറ്റിനുള്ളിൽ വരേണ്ടതാണ്. മോൾ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കണം. എനിക്കറിയാം. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ മധുരയിൽ നിന്നോളാം. ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള സങ്കടമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ 4 വർഷം ഞാൻ ജയിലിൽ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവില്ല പപ്പേ. 1 നിന്റെ ഇളയമ്മ, 2 പരമേശ്വരൻ. മോൾ ഇത് വെച്ചു. ഇത്രേ ഉള്ളൂ അച്ഛന്റെ കയ്യില്. ജയിലിൽ ജോലി ചെയ്തതിന് കിട്ടിയ കാശ് കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. എനിക്കത് മതി. ബസ് നമ്പർ RNC 827 തിരുമംഗലം വഴി മധുരയ്ക്ക് പോകുന്ന മധുര ബസ് തെങ്കാശി, തിരുമംഗലം വഴി മധുരയ്ക്ക് പോകുന്ന മധുര ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്തായി പറഞ്ഞിരിക്കുന്നു. പോട്ടെ. ശരി. ആ സ്ത്രീകളുടെ സീറ്റ് ഇരിക്കുന്നവരൊക്കെ ഒന്ന് മാറിയിരിക്കണേ. ആ പുറകോട്ട് നോക്കോ. ബസ് പുനലൂരെത്തി. പിന്നെ വിളിക്കാം. ബസ് പുറപ്പെടാൻ സമയമായി. പിന്നെ വിളിക്കാം. ശരി ശരി. ഹലോ, മധുരയ്ക്കുള്ള ബസ് പോയാ? ഇപ്പൊ പോയതേ ഉള്ളൂ. പിടിച്ചു നിൽക്കാതെ വണ്ടി എടുക്കണം. സാർ, ടിക്കറ്റ്. ഒരു മധുര. സാർ. കേന്ദ്ര കവാടം അടഞ്ഞു. കിടക്കട്ടെ അച്ചായ 10 മിനിറ്റ്. കല്യാണ പാർട്ടിയും കൊണ്ട് പോകുന്ന ഓട്ടോ ഒന്നും അല്ല മധുരയ്ക്ക് കൃത്യസമയത്ത് എത്താൻ. തിരുമംഗലം വിളിക്കാം.
ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? ഞാൻ സൂര്യപത്മം. വരദരാജൻ ജയിലിൽ നിന്ന് എപ്പോൾ ഇറങ്ങി? അച്ഛനുമായുള്ള സംസാരം കേട്ടായിരുന്നു. എന്നെ റിലീസാ അതോ പറോളോ? ശിക്ഷ കഴിഞ്ഞു. എൻ്റെത് പറോള 3 ദിവസത്തേക്ക്. 30 ബാക്കി. ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങണേ അമ്മച്ചി. അമ്മച്ചി എങ്ങോട്ടാ പോണ്ടേ? രാജപാളയം. ഹലോ ഹലോ ആമാ തെൻകാശി പക്കം. ഓ മൊബൈൽ വിട്ടിട്ടൊരു ഇടപാടുമില്ല. ഓ നോ. ഞാൻ പിന്നെ വിളിക്കാം. പണ്ടൊക്കെ പ്രേമിക്കാൻ എന്നെ എളുപ്പമായിരുന്നു. ഇപ്പൊ ഡീം ഡീം 2 മെസ്സേജ്. 3-ാം പക്കം പെണ്ണ് പരിധിക്ക് പുറത്ത്. കർത്താവേ നിന്ന സാമി ഇപ്പൊ സമാധി ആയേനെ. ഇതിനു കൊണ്ട് ഒതുങ്ങി നിന്ന് കൈ കാണിക്കാൻ പാടില്ലായിരുന്നു. വണ്ടി KSRTC യാ. ഇപ്പൊ ആരുടെയോ നേരി കൊണ്ട് നിന്നു. എന്ത് കുറ്റത്തിനാ ശിക്ഷിച്ചത്? അതൊരു വലിയ കഥയാണ്. മധുരയ്ക്ക് ഇനിയും 5-8 മണിക്കൂറുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. സത്യത്തിൽ എനിക്ക് വേണ്ടിയല്ല. ഞാൻ പറഞ്ഞില്ലേ അതൊരു വലിയ കഥയാണെന്ന്. നിങ്ങൾ എന്ത് കുറ്റാ ചെയ്തത്? അതൊരു ചെറിയ കഥയാണ്. യാറായി പരമേശ്വരൻ അതും സ്റ്റാൻഡിൽ വെച്ച് അച്ഛൻ പറഞ്ഞു കേട്ടതാ. പരമേശ്വരൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്. എൻ്റെ കഥയിൽ എല്ലാവരും ഉണ്ട്. എൻ്റെ അച്ഛൻ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മ സുമിത്രേച്ചി, ചിറ്റമ്മ, ചിറ്റമ്മയുടെ മോള് സുപ്രിയ,